സ്വർഗ്ഗത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാളുകൾ അവരുടെ റൂമിൽ കയറുന്നു, അവരെന്തോ ചെയ്യുന്നു, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ലല്ലോ, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നില്ലല്ലോ, ഭൂമിക്കൊരു കുരുക്കുലം സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ സ്വവർഗരതി കാരണമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മങ്കി പോക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ WHO റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാകും, ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. ഈ പ്രവൃത്തി കൊണ്ട് എന്നിട്ട് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഗേ ആയിട്ടുള്ള പുരുഷ സ്വവർഗാനുരാഗികൾ അവരൊന്ന് നിയന്ത്രിക്കണമെന്ന് ആഗോള WHO പറയാൻ, ആരോഗ്യ സംഘടന പറയാൻ. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിന്റെ ലോകത്തെ മുഴുവൻ ഹാം ചെയ്തു, ലോകത്തെ മുഴുവൻ ഉപദ്രവിച്ചു. ഇനി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എടുത്ത് നോക്കുക, അതിൽ 70% 80% ഈ പ്രവൃത്തി ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഹാമുകൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. കുടുംബ സംവിധാനം തകരുന്നു, ഗേ പാരന്റിംഗ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും, ശരിയില്ല, കുഴപ്പമില്ലല്ലോ, രണ്ടാൾക്കാർ അവരുടെ സ്വകാര്യതയിൽ അവരെന്തോ അവരുടെ സ്വാതന്ത്ര്യത്തിന് ഇഷ്ടമനുസരിച്ച് ചെയ്തോട്ടെ, ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ലല്ലോ. അല്ല, ഉപദ്രവം ഉണ്ടാകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. നമുക്ക് നേരിട്ട് കാണുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക.